സർജറിയുടെ ആ ദിവസം ഞാൻ രാവിലെ തൊട്ട് ഇങ്ങോട്ട് വിളിച്ച് കൃപാസനത്തിൽ വിളിച്ചിട്ട് ആരും എടുത്തില്ല. അങ്ങനെ ഞാൻ ആ ഒരു രണ്ടരയ്ക്കായിരുന്നു എൻ്റെ സർജറി. 2 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഷെക്കേന ചാനലിൽ വെച്ചപ്പോൾ അതിലന്ന് ചൊവ്വാഴ്ചയായിരുന്നു, അന്ന് ലൈവ് പോകുന്നുണ്ടായിരുന്നു. അന്നേരം എനിക്കൊരു തോന്നൽ വന്ന് വിളിക്കാമെന്നത് വിളിച്ചപ്പോൾ തന്നെ എടുത്തിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സിസ്റ്റർ എടുത്തിട്ട് പറഞ്ഞു ഇതുപോലെ വിശ്വാസപ്രമാണം ചൊല്ലിയാൽ മതി, അത് കുഴപ്പമില്ലാതെ മാറിപ്പോക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 33 വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് സർജറിക്ക് പോയത്. സർജറി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും ഡോക്ടർ ആ സംശയത്തിൽ തന്നെ ഉറപ്പിച്ച് നിൽക്കുമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ആകാമെന്നായിരുന്നു. പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായത് അതൊന്നും ആയിരിക്കത്തില്ല, മാറിപ്പോകുമെന്ന് ഉറപ്പായിരുന്നു. കാരണം ഞാൻ പാസ്സായത് തന്നെ ഒരു അത്ഭുതത്തോടെയാണ്. അപ്പോൾ പിന്നെ ഇത് ഉറപ്പായിട്ടും മാറിപ്പോകുമെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ ബയോപ്സി റിസൾട്ട് വന്നു. അതൊരു നെഗറ്റീവ് റിസൾട്ടാക്കി തന്നത്. വളരെ ഒരു വാക്സിനേഷൻ എടുത്തതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നൊരു മുഴയാണ്. അത് ഈ വേറെ അസുഖത്തിൻ്റെ ഒരു ഭാഗമല്ലെന്നുള്ളൊരു റിസൾട്ട് തന്നു.